എല്ലാവർക്കും ധീമഹി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 152-ാമത്തെ നിഷ്കാരണ എന്ന് പറയുന്ന പദമാണ് പരിശോധിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 153-ാമത്തെ നാമം നിഷ്കളങ്ക എന്ന് പറയുന്ന നാമമാണ് പരിശോധിക്കാൻ പോകുന്നത്. നിഷ്കളങ്ക, കളങ്കം എന്നുള്ള പേര് അല്ലെങ്കിൽ ആ പദം എല്ലാവർക്കും അറിയാം. കളങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം, ബ്ലോട്ട് അല്ലേ, ബ്ലെമിഷ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന, അതായത് ഒരു കുറവാണത്, ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ലോപം. എന്താണത് ഈ കളങ്കം എന്ന് പറയുന്നത്? അപ്പം നിഷ്കളങ്ക എന്ന് പറയുമ്പോൾ കളങ്കമേശാത്തവൾ, കളങ്കലേശമില്ലാത്തവൾ എന്നർത്ഥം. കളങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കുറവ്, അല്ലെങ്കിൽ ന്യൂനത എന്ന് എങ്ങനെ വേണമെങ്കിലും അത് വ്യവഹരിക്കാം അർത്ഥം. അപ്പം നിഷ്കളങ്ക എന്ന് പറഞ്ഞാൽ ദേവി അഴുക്കില്ലാത്തവളാണ്. ഈ അഴുക്കെന്ന് പറയുന്നത് മായയാണ്. അപ്പോൾ ആ മായ, കളങ്കമെന്ന് പറയുന്ന മായ ലവലേശം പുരളാത്തവളാണ് ദേവി എന്നർത്ഥം. അതായത് മായാതീതത്വമാണ് ദേവിയുടെ പരമമായ ലക്ഷണം അല്ലെങ്കിൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അവിടെ ദോഷങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരൊറ്റ ദോഷം പോലും ദേവിയിൽ ദർശിക്കാൻ പറ്റത്തില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു ലൊക്കേറ്റ് ഓർ സ്പോട്ട് ഔട്ട് എനി കളങ്ക, എനി ഡിസഡ്വാൻറ്റേജ് ഓർ ഡീമെറിറ്റ് ഓർ എനി ഷോർട്ട് കമ്മിങ്. എന്തെങ്കിലും തരത്തിൽ ഷീ ഡസ് നോട്ട് ലാക്ക് ഇൻ എനിത്തിങ്. എല്ലാം ഉണ്ട്, സർവ്വതും സ്വച്ഛമായിട്ട് അല്ലെങ്കിൽ വളരെ സമൃദ്ധമായിട്ട് പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അവിടെ കളങ്കമേ ഇല്ല, കളങ്കലേശമില്ലാത്ത, കളങ്കത്വം ഇല്ലാത്തതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നതാണ് ദേവി എന്നർത്ഥം. അപ്പോൾ ആ കളങ്കത്തെ, നിഷ്കളങ്ക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്ക് കളങ്കമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് കളങ്കമുണ്ടെങ്കിൽ ആ കളങ്കത്തെ നിഷ്കാസനം ചെയ്യുന്ന, അതിനെ പുറത്തെറിയുന്ന അല്ലെങ്കിൽ അതിനെ പുറത്താക്കുന്നവൾ കൂടിയാണ് ദേവി എന്നും ഇതിനെ നമുക്ക് വേണമെങ്കിൽ വ്യവഹരിക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ദേവന്മാർക്കും വലിയ മഹർഷിമാർക്കും പോലും കളങ്കമുണ്ട് എന്ന് നമ്മൾ പുരാണങ്ങളിൽ പറയുന്നു. ഇപ്പോൾ ഇന്ദ്രനാണെങ്കിൽ അഹല്യയെ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രനും അഹല്യയ്ക്കും, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, പക്ഷെ അവർക്കും കളങ്കമുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രൻ ബൃഹസ്പതി പത്നിയെ പ്രാപിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ സാക്ഷാൽ വിശ്വാമിത്രൻ്റെ മനസ്സ് പോലും മേനകയെ കണ്ടപ്പോൾ മാറിപ്പോയി എന്നുള്ളതാണ്. സാക്ഷാൽ പരാശരൻ പോലും മത്സ്യഗന്ധിയെ കണ്ടപ്പോൾ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മനഃശാഞ്ചല്യമുണ്ടായി, മനസ്സിന് ഒരുപാട് മാറ്റമുണ്ടായി, ഇളക്കമുണ്ടായി. മലകളിളകിലും മഹാജനാനാം മനമിളക എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അങ്ങനെയുള്ള സച്ച് ഗ്രേറ്റ് പീപ്പിൾ ഓൾസോ were affected by the presence of maybe enticing factors, അല്ലെങ്കിൽ factors or maybe persons or people who could persuade them, who could attract them, who could allure them to certain actions. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇറ്റ് ഇസ് ഓൾ പോസിബിൾ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാം, വലിയ വലിയ ആൾക്കാർക്ക് പോലും സംഭവിക്കും. പക്ഷെ അങ്ങനെയുള്ള കളങ്കത്തിൻ്റെ ഒരു ലവലേശം പോലും ഇല്ലാത്ത, ഒന്നുമില്ലാത്തവളാണ് ദേവി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പുണ്യവും പാപം എന്നൊക്കെ നമ്മൾ പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമാണ്. ദേവി നിഷ്ക്രിയയും നിസ്സംഗയുമായതുകൊണ്ട് പാപപുണ്യങ്ങൾക്ക് ദേവിയിൽ ശുദ്ധം അപാപ വിദ്ധമെന്ന് ഈശാവാസ്യത്തിൽ പറയുന്നത് പോലെ ഒരിക്കലും ഇവിടെ എന്താ പറയുന്നത്, ദേവി ഇതൊന്നും സ്പർശിക്കത്തില്ല. കാരണം ദേവി നിഷ്ക്രിയയും നിഷ്പരിഗ്രഹയും അതേപോലെ തന്നെ നിഷ്ക്രിയയുമായതുകൊണ്ട് പാപപുണ്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ കളങ്കത്തിനുള്ള സാധ്യത ദേവിയിൽ ലവലേശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിഷ്കളങ്ക എന്ന് പറയുന്ന ഈ പദം അതൊരു മന്ത്രരൂപത്തിലോ നിഷ്കളങ്കായൈ നമഃ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ പ്യൂരിഫൈ യുവർ മൈൻഡ് എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും മാലിന്യങ്ങളെയും പേർജ് ചെയ്യാൻ, പുറത്തേക്ക് കളയാനായിട്ട്, വിമലീകരണം നടത്താനായിട്ടുള്ള ശക്തിയുള്ള
മലിന വസ്തുക്കളെ പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു മന്ത്രമാണ് ഓം നിഷ്കളങ്കായി നമഃ 153. അപ്പോൾ അതെല്ലാവരും ദിവസവും ജപിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിന് അടുത്ത നാമം, അതായത് 154-ാമത്തെ നാമം നിരുപാധി എന്ന് പറയുന്ന നാമം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം.